ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും പോറ്റിയെ SIT സംഘം ഇതാ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു. റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാം. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോറ്റിയെ അങ്ങനെ SIT ഇതാ റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ, എക്സ്ക്ലൂസീവായ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കഴിഞ്ഞ 12 മണിക്കൂറായി ചോദ്യമുനയിലായിരുന്നു. ഇതിനിടയിൽ അറസ്റ്റ് രേഖപ്പെടുത്തി പോറ്റി നേരെ പുറത്തേക്ക്, അകത്തേക്ക് പോകാൻ വേണ്ടി പുറത്തേക്ക് എന്ന് പറയണം. ഹരിമോഹനുണ്ട്, TV പ്രസാദ് ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇന്ന് ഉച്ചയോടുകൂടി റാന്നി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലീസിന് വലിയ പോലീസ് സന്നാഹം അവിടെയുണ്ട്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും ഉണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ ഉടനീളം ഉച്ചയ്ക്ക് എത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 3 മണിയോടുകൂടി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. 12, 14, 15 മണിക്കൂറോളം ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതിന്റെ ആദ്യ ദൃശ്യങ്ങളാണ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹരിമോഹനുണ്ട്. ഹരിമോഹൻ, അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് SIT വാഹനത്തിൽ കയറ്റി. വലിയ ആത്മവിശ്വാസത്തിലാണ് അന്വേഷണ സംഘം. നിർണായക മൊഴികൾ ശേഖരിച്ചു. നേരെ റാന്നി കോടതിയിലേക്കല്ലേ? തീർച്ചയായിട്ടും അരുൺ, റാന്നി കോടതിയിൽ ഉച്ചയോടുകൂടി ഹാജരാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അങ്ങനെ റാന്നി കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് ആദ്യം റിമാൻഡിലേക്കും പിന്നീട് കസ്റ്റഡിയിൽ ചോദിച്ചു വാങ്ങുക എന്നുള്ളതാണ് അന്വേഷണ സംഘം എടുത്തിട്ടുള്ള തീരുമാനം. അതിന്റെ ഭാഗമായിട്ടാണ് SP S ശശിധരനും ഒപ്പം തന്നെ ഈ അന്വേഷണ സംഘത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് SP P ബിജോയും ഇന്ന് രാവിലെ തന്നെ തിരിച്ചു വീണ്ടും ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയത്. ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി രാവിലെ ചില പേപ്പർ വർക്കുകൾ മാത്രമേ പൂർത്തിയാക്കാനുണ്ടായിരുന്നുള്ളൂ. അതും പൂർത്തിയാക്കിക്കൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുള്ള വാഹനം ഉടൻ തന്നെ പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് റാന്നി കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് പുറത്തിറങ്ങുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. എന്തായാലും കോടതിയിൽ ഇത് സംബന്ധിച്ച റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. കാരണം ഈ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ നടത്തിയ പരിശോധനയിൽ ലഭിച്ച മൊഴികളും രേഖകളും ഒക്കെ വെച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തുടർച്ചയായി ചോദ്യം ചെയ്യുകയായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് മുതൽ. അതായത് 12 മണിയോടുകൂടി പുളിമാത്തുള്ള വീട്ടിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത ശേഷം 1 മണിയോടുകൂടി തിരുവനന്തപുരം ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ വരുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോവുകയാണ് റാന്നി കോടതിയിലേക്ക്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അന്വേഷണത്തിന്റെ നീക്കങ്ങളിൽ ഒന്നാണ് ഈ അറസ്റ്റ്. കസ്റ്റഡിയിലെടുക്കുക, അതിവേഗത്തിൽ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നുള്ളത് വ്യക്തമാണ്. ആ ചോദ്യം ചെയ്യലിൽ ഇന്നലെ രാത്രിയിൽ ഉടനീളം നടന്ന ചോദ്യം ചെയ്യലിൽ അതീവ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ള വ്യക്തികളുടെ പേരുകൾ അടക്കം പറഞ്ഞുകൊണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങളോട് പ്രതികരിച്ചത്. ആദ്യഘട്ടത്തിൽ, അതായത് ഇന്നലെ ഉച്ചയോടെ എത്തിച്ച ആദ്യ സമയങ്ങളിൽ ഒന്നും തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പൂർണ്ണമായും അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല എന്നുള്ളതായിരുന്നു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു മറുപടി. പക്ഷെ അതിനുശേഷം ക്രൈംബ്രാഞ്ച് SP P ബിജോയി എത്തി ആ വിശദമായ ചോദ്യം ചെയ്യൽ, കയ്യിലുള്ള രേഖകൾ കാണിച്ചുകൊണ്ട്, കയ്യിലുള്ള മൊഴികൾ കാണിച്ചുകൊണ്ട് അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത തരത്തിലേക്ക്, കുരുക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യലിലാണ് നിർണായകമായിട്ടുള്ള മൊഴികൾ ലഭിച്ചത്. ആ മൊഴികളിലാണ് സ്വർണം കവർച്ച ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ തങ്ങൾ സ്വർണം കവർന്നു, അതിന് പിന്നിൽ ഒരു വൻ ഗൂഢാലോചന തന്നെ ഉണ്ട് എന്നുള്ള നിർണായകമായിട്ടുള്ള മൊഴി പറഞ്ഞിരിക്കുന്നത്. ആ നിർണായകമായ മൊഴിയിൽ പറയുന്ന പേരുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ആ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പങ്ക് ഇതിനകത്ത് കൃത്യമായി ഉണ്ട്. ഗൂഢാലോചനയിൽ അവർ പങ്കാളികളായിട്ടുണ്ട്. ആ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന ആളുകൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മുതൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ K സുനിൽകുമാർ വരെയുള്ള ഈ കേസിലെ പ്രതികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. മാത്രമല്ല സ്വർണം കവർച്ച ചെയ്യപ്പെട്ടു, അതിനുശേഷം അതിന്റെ പങ്കുപറ്റിയവരാണ് ഈ ഉദ്യോഗസ്ഥർ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുകയാണ്. അതായത് ഉദ്യോഗസ്ഥർ ഗൂഢാലോചനയുടെ ഭാഗം മാത്രമല്ല, ഇത് മോഷണ മുതലിന്റെ പങ്ക് പറ്റുന്നവർ കൂടിയാകുന്നു എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ നിന്ന് ഏറ്റവും വ്യക്തമാകുന്ന അല്ലെങ്കിൽ നിർണായകമാകുന്ന കാര്യമെന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഗൂഢാലോചനയുടെ ഭാഗമാകുന്നത് ഭരണസമിതിയിലെ അംഗങ്ങൾ കൂടിയാണ് എന്ന തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതിൽ ആരുടെയെങ്കിലും പേരെടുത്തു പറഞ്ഞു എന്നുള്ള കാര്യമാണ് ഇനിയിപ്പോൾ വ്യക്തമാകേണ്ടത്. അതൊരു പക്ഷേ കോടതിയിലായിരിക്കും അത്തരം ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഇക്കട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. മാത്രമല്ല
ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം സ്മാർട്ട് ക്രിയേഷൻസ്. തുടക്കം മുതൽക്ക് നമ്മൾ പറയുന്നതാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ഇടപാടുകളിൽ ചില ദുരൂഹതകളുണ്ട് എന്നുള്ളത്. അതിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി, ആ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി ഇതിനകത്ത് ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു, വ്യക്തത കുറവുകൾ ഉണ്ടായിരുന്നു. അതിൽ പങ്കജ് ഭണ്ഡാരി ആദ്യം പറഞ്ഞ മൊഴിയല്ല രണ്ടാമത്തെ മൊഴിയാണ് ഇതിൽ അന്വേഷണ സംഘത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമായി കണ്ടത് എന്നുള്ളതാണ്.